നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലാ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് കൊടിയിറങ്ങി. വരും വർഷങ്ങളിലും കോഴിക്കോട് തന്നെ വേദിയാകണമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വിഷയം സാംസ്കാരിക വകുപ്പുമായി സംസാരിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ നഗരമായ കോഴിക്കോട് നാടകം, സിനിമ തുടങ്ങി കലാപ്രസ്ഥാനങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന മണ്ണാണ്. കൂടുതൽ ജനകീയമാക്കി ഏവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരും വർഷങ്ങളിലും മേള സംഘടിപ്പിക്കണമെന്നും മന്ത്രി അറിയിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. KSFDC ചെയർപേഴ്സണും സംവിധായകനുമായ കെ മധു, ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ, KTIL ചെയർപേഴ്സൺ SK സജീഷ്, തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ PK ഭവേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക കണ്ടൽ ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂർ ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ സർവേ റിപ്പോർട്ട് മന്ത്രി AK ശശീന്ദ്രന് സമർപ്പിച്ചു. ബേപ്പൂർ BC റോഡിന്റെ തീരത്തുള്ള വീടുകളിൽ നടത്തിയ സർവേയിലെ കണ്ടെത്തലുകളാണ് മന്ത്രിക്ക് കൈമാറിയത്. സ്കൂളിലെ 2ാം വർഷ NSS വോളണ്ടിയർമാരാണ് സർവേ നടത്തിയത്. കരിങ്കല്ലും സിമന്റും ഉപയോഗിച്ചുള്ള കടൽ ഭിത്തികളേക്കാൾ സംരക്ഷണം നൽകാൻ കണ്ടലുകൾക്ക് കഴിയുമെന്നും കണ്ടലുകൾ ഉപയോഗിച്ചുള്ള തീരസംരക്ഷണം വളരെ ഫലപ്രദമാണെന്നും നിയമം അനുവദിച്ചാൽ കണ്ടലുകൾ വെച്ചു പിടിപ്പിക്കാൻ തയ്യാറാണെന്നും സർവേയിൽ പങ്കാളികളായവർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലുള്ള കണ്ടൽ സസ്യങ്ങൾ നിലനിർത്തുകയും ഇനി മുതൽ പൊതുജനങ്ങൾക്ക് തീരപ്രദേശത്ത് കണ്ടൽ വളർത്താനും അവയെ വെട്ടിയൊതുക്കാനുമുള്ള അവകാശം നൽകുകയും ചെയ്യുന്നത് നന്നാകുമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. NSS വോളണ്ടിയർമാരായ മുഹമ്മദ് സ്വാലിഖ്, ഫാത്തിമ നിദ, പ്രിൻസിപ്പൽ A അരുൺ, പ്രോഗ്രാം ഓഫീസർ M റീഷ്മ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് കൈമാറിയത്. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട യോഗം ചേർന്നു. മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സെപ്റ്റംബർ 2ാം വാരം അദാലത്ത് നടത്താനും പരാതികൾ ആഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 10 വരെ ഓൺലൈനായി സ്വീകരിക്കാനും തീരുമാനിച്ചു. മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ ഡിവിഷനുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും പരാതി കളക്ഷൻ സെല്ലുകൾ സജ്ജമാക്കും. പരാതി രജിസ്ട്രേഷനായി പ്രത്യേക ഗൂഗിൾ ഫോമുകൾ തയ്യാറാക്കും. പരാതിക്കാർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കും. ലഭിക്കുന്ന അപേക്ഷകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വകുപ്പ് മേധാവികൾക്ക് അയക്കാനും തീരുമാനിച്ചു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ADMP P സുരേഷ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ CM ആതിര, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GL വിഷ്ണു, വിവിധ വകുപ്പ് മേധാവികൾ, ടെക്നിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വടകര ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക പരിഗണനയിലെന്ന് മന്ത്രി വീണ ജോർജ്. വടകര ജില്ലാ ആശുപത്രിയിൽ NHM ROP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് അന്തിമ ചർച്ചകൾ നടന്നതായും മന്ത്രിസഭാ തീരുമാനം വരുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. പ്ലാൻ ഫണ്ടിന് പുറമെ കിഫ്ബിയുടെ 10,000 കോടി രൂപ ആശുപത്രി വികസനത്തിനായി ഉപയോഗിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KK രമ MLA അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ KK രാജാറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PP നിഷ, കൗൺസിലർ CV അജിത, ഡോക്ടർ CK ഷാജി, C ഭാസ്കരൻ, KP കരുണാകരൻ, R സത്യൻ, എടയത്ത് ശ്രീധരൻ, V ഗോപാലൻ, രാംദാസ് മണലേരി, പ്രസാദ് വിലങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി സ്വാഗതവും ഡോക്ടർ VK ശ്യാം നന്ദിയും പറഞ്ഞു. 2.67 കോടി രൂപ ചെലവിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിച്ചത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ കോംപ്ലക്സിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഒരു ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ, ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവയും 25 കിടക്കകളുമുള്ള ഒരു വാർഡുമാണ് സജ്ജമാക്കിയത്. ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ഖാദി വണ്ടി ഫ്ളാഗ് ഓഫും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എനിക്കും വേണം ഖാദി എന്ന ക്യാമ്പയിനുമായാണ് ഇത്തവണത്തെ ഓണം ഖാദി മേള. വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങൾ 30% റിബേറ്റിൽ മേളകളിൽ ലഭിക്കും. ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ 1000 രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. 1ാം സമ്മാനമായി ഇലക്ട്രിക് കാർ, 2ാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടർ, 3ാം സമ്മാനം 5000 രൂപയുടെ 50 ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ആഴ്ചതോറും 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും.
അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പനയും ഖാദി സെറ്റുമുണ്ട് ലോഞ്ചിങ്ങും ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ S. ജ്യോതിസിന് നൽകി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ അലക്സ് T. എബ്രഹാം നിർവഹിച്ചു. ഖാദി ബോർഡ് മെമ്പർ S. ശിവരാമൻ സമ്മാന കൂപ്പൺ വിതരണം നിർവഹിച്ചു. ഡയറക്ടർ K. ഷിബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. S. K. അബൂബക്കർ, U. രാധാകൃഷ്ണൻ, M. K. ശ്യാം പ്രസാദ്, ശ്രീകേഷ്, P. K. സജിത്ത്, K. ജിഷ എന്നിവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ഇന്റർലിങ്കിംഗ് ഓഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ചേർന്ന് പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ ഓഗസ്റ്റ് 16 രാവിലെ 10 മുതൽ പ്രയുക്തി 2025 എന്ന പേരിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കും. പങ്കെടുക്കാൻ 0495 2370 176 അല്ലെങ്കിൽ 0496 261 5500 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ രാത്രികാല അടിയന്തര വെറ്ററിനറി സേവനം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ ഒഴിവുള്ള വെറ്ററിനറി സർജൻ തസ്തികയിൽ പരമാവധി 90 ദിവസത്തേക്ക് നിയമനം നടത്തും. അപേക്ഷകർ വെറ്ററിനറി സയൻസിൽ ബിരുദവും വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവരാകണം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയോടൊപ്പം യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 14 രാവിലെ 11 കോഴിക്കോട് മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ 0495 276 8075. സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സ് ഓഗസ്റ്റ് 20 കോഴിക്കോട് ഉപകേന്ദ്രത്തിൽ ആരംഭിക്കും. യോഗ്യത +2, VHSC, പ്രീ ഡിഗ്രി. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 20 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം സിയാപ്റ്റിന്റെ കോഴിക്കോട് ട്രെയിനിംഗ് ഡിവിഷനിൽ എത്തണം. ഫോൺ 0495 272 3666, 0495 235 6591, മൊബൈൽ 9496 882366. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ ശരണബാല്യം റെസ്ക്യൂ ഓഫീസ് തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത MSW. പ്രായപരിധി 40 വയസ്സ്. കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് ജില്ലയിൽ നിന്നുമുള്ളവർക്കും മുൻഗണന. രേഖകളുമായി ഓഗസ്റ്റ് 22 വൈകിട്ട് 5 ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, B ബ്ലോക്ക് 2ാം നില, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് 673020 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ 0495 237 8920. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.